വൈദ്യുതി പാസ് ചെയ്യുന്ന ഒരു കമ്പിയിൽ നമ്മൾ അറിയാതെ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുമോ? നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. എനിക്ക് നേരിട്ട് പരീക്ഷിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാനിതുകൊണ്ട് കണ്ടിന്യൂസ് മൂത്രം ഒഴിച്ചിട്ടിരിക്കുന്ന റോബോട്ടിനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവനെ വെച്ച് നമുക്ക് പരീക്ഷിക്കാം. ഇതൊരു 5 വോൾട്ട് DC വാട്ടർ പമ്പ് പ്രവർത്തിക്കുന്ന ഒരു കുഞ്ഞൻ വാട്ടർ ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് 3.7 ലിഥിയം ബാറ്ററിയാണ്. ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്തായാലും നമുക്കിതിനകത്ത് വെള്ളം ഒഴിക്കാം. ഈ ഒരു വാട്ടർ പമ്പ് മുങ്ങിക്കിടന്ന അത്രയും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ റോബോട്ട് മൂത്രം ഒഴിക്കാൻ തുടങ്ങും. കണ്ടില്ലേ? ഇതിനകത്ത് ഞാൻ ഒഴിച്ചിരിക്കുന്നത് സാധാ പച്ചവെള്ളമാണ്. പക്ഷേ മനുഷ്യശരീരത്തിൽ ഈ പച്ചവെള്ളമല്ല വരുന്നത്, അതിനകത്ത് ശകലം ഉപ്പൂടെ വേണം. അപ്പോൾ നമുക്ക് ശകലം ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലത്തെ ഒരു വയർ എടുത്തിട്ടുണ്ട്. ഈ വയറിൻ്റെ ഈ തുമ്പ് രണ്ടും ഞാൻ സ്ട്രിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു തുമ്പ് നമുക്ക് ഈ ഒരു വെള്ളത്തിലോട്ട് മുക്കിയിടാം. വയറിളകിപ്പോയിരിക്കും നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാം. വയറിൻ്റെ രണ്ടാമത്തെ അറ്റം നമുക്കൊരു AC ലൈനിലൂടെ കണക്ട് ചെയ്യാം. ACയുടെ ഫേസിലാണ് കണക്ട് ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്ത് ഫേസ് ഏതാണെന്ന് കണ്ടുപിടിക്കാം. ടെസ്റ്റർ വെച്ചിട്ട് ഇതെല്ലാം ഓക്കെ, ഇതാണ് ഫേസ്. നമുക്ക് ലൈറ്റ് കത്തുന്നുണ്ട്. ഇതിനകത്തോട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്നിട്ട് ജസ്റ്റ് വെള്ളത്തെ തൊട്ട് നോക്കാം. കണ്ടോ, വെള്ളത്തെ തൊടുമ്പോഴും ലൈറ്റ് കത്തുന്നുണ്ട്. ഇനി നമുക്ക് ഈ വാട്ടർ പമ്പ് ഓൺ ആക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വെള്ളം വരുന്നുണ്ട്, ജസ്റ്റ് തൊട്ട് നോക്കാം. ഗൈസ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് റോബോട്ടിൻ്റെ അകത്ത് വരുന്ന വെള്ളത്തിനകത്ത് കറണ്ട് ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാം. എന്തായാലും കറണ്ട് ഉണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമുക്കൊരു കമ്പി കഷ്ണം എടുത്ത് അകത്തോട്ടിടാം. എന്നിട്ട് വീണ്ടും മോട്ടർ ഓൺ ആക്കി കൊടുക്കാം. യെസ്, നോക്ക്, ടെസ്റ്റർ കത്തി നിൽക്കുന്നത്. അപ്പോൾ ഒന്നും ശ്രദ്ധിക്കാതെ പോയി കാട്ടിലും കുറ്റിലൊക്കെ മൂത്രമൊഴിക്കുന്ന കൂട്ടുകാർ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.